ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. ചാപ്റ്റർ 1, ഹൗ, വെൻ ആൻഡ് വെയർ. How important are dates? There was a time when the historians were fascinated with dates. There were heated debates about the dates on which rulers were crowned or battles were fought. In the common sense notion, history was synonymous with dates. ഹിസ്റ്റോറിയൻസ് വളരെയധികം ഫാസിനേറ്റഡ് ആണ് ഡേറ്റ്സിനെ കുറിച്ച് ഓർത്തിട്ട്, അല്ലേ? അതായത് എന്നാണ് ഒരു രാജാവ് യുദ്ധത്തിൽ ജയിച്ചത്, അല്ലെങ്കിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ കിരീടധാരണം നടന്നത് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഓരോരോ ഡേറ്റ്സ് ഉണ്ടായിരിക്കും, അല്ലേ? ഓരോരോ തീയതിയിലായിരിക്കും ഈ കിരീടധാരണം നടന്നിട്ടുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബാറ്റിൽ ഒരു രാജാവ് വിജയം വരിച്ചിട്ടുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കല്യാണം, അങ്ങനെ പ്രധാനപ്പെട്ട ഓരോരോ കാര്യങ്ങളും ഓരോരോ ഡേറ്റിലായിരിക്കും നടന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഡേറ്റ്സിനെ കുറിച്ച് ഓർത്ത് ഹിസ്റ്റോറിയൻസ് വളരെയധികം ഫാസിനേറ്റഡ് ആയിരുന്നു. അവർക്ക് അത്ര ആകാംക്ഷ ഉണ്ടായിരുന്നു അത് ഏത് ഡേറ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവർക്കിടയിൽ തന്നെ ഒരുപാട് ഡിബേറ്റ്സ് അല്ലെങ്കിൽ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന ഡേറ്റിലാണ് ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നതെന്നുള്ളത് കുറച്ച് ആൾക്കാർ പറയുന്നു, എന്നാൽ ആ ഡേറ്റിലല്ല മറ്റൊരു ഡേറ്റിലാണ് ആ ഇവൻറ്റ് നടന്നതെന്നും പറഞ്ഞ് വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നു. അങ്ങനെ ഡിബേറ്റ്സ് പോലും ഈ ഡേറ്റ്സിനെ ചൊല്ലി ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കൺസെപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെ ഈ ഡേറ്റ്സിനോട് സിനോണിമസ് ആണെന്ന് നമുക്ക് തോന്നും. ഡേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ടേം അതിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്ന മീനിങ്ങിനും ഉള്ളത്, അല്ലെങ്കിൽ അത് രണ്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യത്തെ തന്നെയാണെന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്ഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നു. You may have heard people say, I find history boring because it is all about memorizing dates. Is such a conception true? നമ്മൾ കേട്ടിട്ടുണ്ട് ചില കുട്ടികൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ചില ആൾക്കാർ ഹിസ്റ്ററി തീരെ ഇഷ്ടമല്ല, അവർക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്നും. എന്തുകൊണ്ടാണ്? അതിൽ ധാരാളം ഡേറ്റ്സ് ഉണ്ട്, അതൊക്കെ ഓർത്തെടുക്കുക എന്ന് പറയുന്നതാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കൺസെപ്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺസെപ്ഷൻ ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങളിലാണെങ്കിൽ പോലും ഹിസ്റ്ററി വളരെയധികം ഇഷ്ടപ്പെടുന്ന കുട്ടികൾ കാണും, ഹിസ്റ്ററി ഇഷ്ടമില്ലാത്ത കുട്ടികളും കാണും, അല്ലേ? അതായത് ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടാണ്. ചിലർക്ക് ഡേറ്റ്സൊക്കെ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് വളരെയധികം എളുപ്പമായിരിക്കും. ചിലർക്ക് ഈ ഡേറ്റ്സൊക്കെ ഓർത്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഡേറ്റ്സിനെ ഓർത്തെടുക്കുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്ഷൻ മാത്രമല്ല, എങ്കിൽ പോലും ഡേറ്റ്സിന് അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. കാരണം ഓരോ ഇവൻറ്റും ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത് അല്ലെങ്കിൽ ഏത് തീയതിയിലാണ് ആ ഇവൻറ്റ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അത് ഡേറ്റ്സ് അല്ലെങ്കിൽ ഡേറ്റ്സ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. History is certainly about changes that occur over time. It is about finding out how things were in the past and how things have changed. As soon as we compare the past with the present, we refer to time. We talk of before and after. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ചേഞ്ചസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലേ? പണ്ട് കാലത്തുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ പണ്ട് കാലത്ത് എന്തായിരുന്നു, ഇപ്പോൾ അതിന് വന്നിരിക്കുന്ന മാറ്റം, അങ്ങനെ പഴയ കാര്യങ്ങൾ മുതൽ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അല്ലേ? അപ്പം പണ്ടെങ്ങനെയായിരുന്നു, അതെങ്ങനെ ഈ കാലത്ത് മാറി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഹിസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റും പ്രസൻറ്റും ഒക്കെ കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളത്, അല്ലേ? മുൻപും പിൻപും. ഒരു കാലഘട്ടത്തിന് മുന്നേ എങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത്, അതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്. Living in the world, we do not always ask historical questions about what we see around us. We take things for granted, as if what we see has always been in the world we inhabit. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സാധാരണയായിട്ട് ഈ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. നമുക്ക് ചുറ്റും എന്താണോ ഉള്ളത് അത് നമുക്ക് ലഭിച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യമായിട്ട് കരുതി നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണ് ചെയ്യാറ്, അല്ലേ? അല്ലാണ്ട് നമ്മൾ അങ്ങനെ അധികം ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഇതെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു ഇവൻറ്റ് എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം എന്നാണ് ആദ്യമായിട്ട് തുടങ്ങിയത് എന്നുള്ള ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അധികം ചോദിക്കാറില്ല. ബട്ട് മോസ്റ്റ് ഓഫ് us have our moments of wonder when we are curious and we ask questions that actually are historical.
പക്ഷേ ചില ടൈമിലൊക്കെ നമ്മൾ തന്നെ ഒന്ന് ക്യൂരിയസ് ആയിട്ട് ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഒരു കാര്യം തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ ഒരു ഇവൻ്റ് എന്നാണ് ആദ്യമായിട്ട് സംഭവിച്ചതെന്നുള്ളത്, അല്ലേ? അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഇവിടെ പറയുന്നത്. Watching someone sip a cup of tea at a roadside tea stall, you may wonder, when did people begin to drink tea or coffee? Looking out of the window of a train, you may ask yourself, when were railways built and how did people travel long distances before the age of railways? Reading the newspaper in the morning, you may be curious to know how people got to hear about things before newspapers began to be printed. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്ന ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് ഇപ്പോൾ ഒരു ചായ കുടിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമുക്ക് വേണേൽ ചിന്തിക്കാവുന്നേ ഉള്ളൂ, എന്ന് മുതലാണ് ഈ ആൾക്കാർ ചായ അല്ലെങ്കിൽ കാപ്പി കുടിച്ചു തുടങ്ങിയെന്നുള്ളത്, അല്ലേ? അതുപോലെ തന്നെ ഈ റെയിൽവേസ് എന്നാണ് പണിതത്, അതിന് മുന്നേ ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് എന്നാണ് പ്രിൻ്റ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ ചിന്തിക്കാനാണെങ്കിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കാറുണ്ട്, ചില ആൾക്കാരങ്ങനെ ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ചിന്തിക്കാറുണ്ട്, എന്നാണ് ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഏത് കാലഘട്ടം മുതലാണ് ഈ ഒരു ഇവൻ്റ് സ്റ്റാർട്ടായെന്നൊക്കെ ഉള്ളത് ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട്. ചില ആൾക്കാർ ഈ ലോകത്ത് കിട്ടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ അവർക്ക് എന്തെങ്കിലും ഗ്രാൻഡായിട്ട് ലഭിച്ചിരിക്കുന്ന പോലെ അവരതിനെ കരുതിക്കൊണ്ട് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാണ്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു. All such historical questions refer us back to notions of time. But time does not have to be always precisely dated in terms of a particular year or a month. Sometimes it is actually incorrect to fix precise dates to processes that happen over a period of time. അപ്പോൾ ഏതൊരു ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ നമ്മൾ ചിന്തിച്ചാലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ചോദിച്ചാലും നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ടൈം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്ഷനിലേക്കാണ്. പക്ഷേ ഈ ടൈം എപ്പോഴും പ്രിസൈസായിട്ട് നമുക്ക് പറയണം എന്നില്ല, കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടൈം, അതായത് ഒരു ഇയർ അല്ലെങ്കിൽ ഒരു മന്ത് അല്ലെങ്കിൽ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കണം എന്നില്ല. കാരണം അതൊക്കെ ചിലപ്പോൾ നടക്കുന്നത് ഒരു പീരീഡ് ഓഫ് ടൈമിലായിരിക്കും. കാരണം ഒരു ടൈം മുതൽ തുടങ്ങി മറ്റൊരു ടൈം വരെ അത് നീണ്ടു നിൽക്കുകയാണ്, അല്ലേ? അല്ലാണ്ട് ഗ്രാജുവലായിട്ടൊരു ദിവസം പെട്ടെന്ന് തുടങ്ങിയ ഒരു കാര്യമാണെങ്കിൽ മാത്രമേ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു മന്തോ ഇയറോ ഒക്കെ പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ചില കാര്യങ്ങൾ ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രിസൈസ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ചില കാര്യങ്ങൾക്ക് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. People in India did not begin drinking tea one fine day. They developed a taste for it over time. അതിൻ്റെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം എന്നാൽ പിന്നെ ചായയും കാപ്പിയും കുടിച്ചേക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ടീ അല്ലെങ്കിൽ കോഫി കുടിച്ചു തുടങ്ങിയതല്ല, അല്ലേ? ഗ്രാജുവലായിട്ട് അതുണ്ടായ ഒരു കാര്യമാണ്. അവർക്കതിൻ്റെ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവർ ഈ ടീയും കോഫിയും കുടിച്ചു തുടങ്ങുകയും ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ഇവൻറ്റ്സ് ഒരു പീരീഡ് ഓഫ് ടൈമിലാണ് നടന്നിരിക്കുന്നത്. അതിന് നമുക്കൊരു പ്രിസൈസ് ആയിട്ടുള്ള ഡേറ്റോ ഇയറോ മന്തോ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. There can be no one clear date for a process such as this. Similarly, we cannot fix one single date on which British rule was established or the national movement started or changes took place within the economy and society. All these things happened over a stretch of time. We can only refer to a span of time, an approximate period over which particular changes become visible. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും നമുക്കൊരു പ്രിസൈസ് ആയിട്ടുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്നാണ് നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷ് റൂൾ തുടങ്ങിയെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. അതൊക്കെ ഗ്രാജുവലായിട്ട് നടന്ന കാര്യമാണ്, അല്ലേ? അതുപോലെ തന്നെ നാഷണൽ മൂവ്മെൻറ്റ് എന്താണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ വന്ന ചേഞ്ചസ് അതെന്നാണ് തുടങ്ങിയത്, അല്ലെങ്കിൽ ഓരോരോ ഡെവലപ്മെൻറ്റ്സ് അതെന്ന് മൂലമാണ് തുടങ്ങിയത്. അങ്ങനെയൊക്കെയുള്ള ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കൊരിക്കലും ഒരു പർട്ടിക്കുലർ ഡേറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മിക്കവാറും ഒരു പീരീഡ് ഓഫ് ടൈം എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ പറയുക. ഈ കാലഘട്ടത്തിലായിരിക്കാം ഈ ഇവൻറ്റ്സ് നടന്നിരിക്കുന്നത്, അങ്ങനെയായിരിക്കും നമ്മൾ പറയുക. അല്ലാണ്ട് നമുക്ക് അവിടെ ഒരു ആക്യുറേറ്റ് ഡേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. Then do we continue to associate history with a string of dates? This association has a reason. ഓക്കെ, അപ്പം നമുക്ക് ആക്യുറേറ്റ് ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ടെന്ന് നമ്മൾ മുകളിലത്തെ പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്തല്ലേ. എന്നിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഹിസ്റ്ററിയെ ഡേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയെ ഡേറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കുന്നത്? അതിനൊരു റീസൺ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. There was a time when history was an account of battles and big events. It was about rules and their policies.
Historians wrote about the year a king was crowned, the year he married, the year he had a child, the year he fought a particular war, the year he died, and the year the next ruler succeeded to the throne. For events such as these, specific dates can be determined, and in histories such as these, debates about dates continue to be important. അപ്പം നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു പർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒരു ഡേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു അല്ലേ. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് ഒരു ഭരണാധികാരി എന്നാണ് കിരീടധാരണം നടന്നത്, എന്നാണ് അദ്ദേഹം വിവാഹിതനായത്, എന്നാണ് അദ്ദേഹത്തിനൊരു കുട്ടിയുണ്ടായത്, ഏതൊക്കെ വാറിൽ അദ്ദേഹം ഏതൊക്കെ ടൈമിലാണ് പങ്കെടുത്തത്, എന്നാണ് അദ്ദേഹം മരണമടഞ്ഞത്, അതിനുശേഷം അടുത്ത റൂളർ എന്നാണ് അല്ലെങ്കിൽ ഏത് തീയതിയിലാണ് രാജ്യഭരണം ഏറ്റെടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ഡേറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും അല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഒരു സ്പെസിഫിക് ഡേറ്റിൽ നടന്നതായിരിക്കും. ഒരു രാജാവ് മരിക്കുക എന്ന് പറയുന്നത് അതൊരു പർട്ടിക്കുലർ ഡേറ്റിൽ നടന്ന കാര്യമാണ്, അല്ലാണ്ട് ഗ്രാജുവലായിട്ട് നടന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നടന്ന കാര്യമാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഡേറ്റ്സ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പണ്ട് നടന്ന കാര്യമാണ്, നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല ഇന്ന ഡേറ്റിൽ തന്നെ ആയിരിക്കുമെന്ന്. അപ്പോൾ ഹിസ്റ്റോറിയൻസ് തന്നെ പല കാര്യങ്ങൾ അല്ലെങ്കിൽ പല ഡേറ്റിലാണ് ഇത് നടന്നതെന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഡിബേറ്റ്സ് ഒക്കെ നടത്തുകയും അങ്ങനെ അറ്റ് ലാസ്റ്റ് അവരൊരു തീരുമാനത്തിലെത്തുക, ഒരു പർട്ടിക്കുലർ ഡേറ്റ് അവർ ഫിക്സ് ചെയ്യുകയൊക്കെ ആയിട്ട് ചെയ്യും. അപ്പോൾ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സിന് ഡേറ്റ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ചില കാര്യങ്ങൾക്ക് നമുക്ക് പ്രിസൈസ് ആയിട്ടൊരു ഡേറ്റ് പറയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഡേറ്റിന് അവിടെ അധികം ഇമ്പോർട്ടൻസ് ഇല്ല. അതിന് പകരം നമ്മളൊരു പീരീഡ് ഓഫ് ടൈം വെച്ചിട്ടാണ് ചില കാര്യങ്ങളൊക്കെ പറയുന്നത്. As you have seen in the history textbooks of the past 2 years, historians now write about a host of other issues and other questions. They look at how people earned their livelihood, what they produced and ate, how cities developed and markets came up, how kingdoms were formed and new ideas spread, and how cultures and society changed. നമ്മൾ ലാസ്റ്റ് 2 years ആയിട്ട് ഹിസ്റ്ററിയിൽ എന്താണ് കണ്ടുവരുന്നത്? ഈ ഹിസ്റ്റോറിയൻസ് ഡിസ്കവർ ചെയ്ത ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലേ. ആൾക്കാരെക്കുറിച്ച്, പണ്ട് കാലത്ത് ആൾക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവരെന്താണ് കഴിച്ചത്, അല്ലെങ്കിൽ സിറ്റീസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, മാർക്കറ്റ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, അതുപോലെ തന്നെ കിങ്ഡംസ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്തത്, ഓരോരോ രാജാക്കന്മാരെക്കുറിച്ച്, അവരുടെ ഐഡിയാസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തത്, സൊസൈറ്റി എങ്ങനെയാണ് ചേഞ്ച് ചെയ്തത്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ ലാസ്റ്റ് 2 years ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക.